പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ പറയുന്ന ഈ പ്രത്യക്ഷത ഏതല്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ രഹസ്യവരവാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് അല്ലെങ്കിൽ ഒലിവുമലയിൽ വരുന്ന വരവാണ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. പക്ഷെ ഇത് രണ്ടുമല്ലെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ തെളിയിക്കാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഈ ഭാഗം നമുക്ക് ഇത് എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ഇത് ഏത് വരവാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കും. എന്നിട്ട് പ്രധാന പോയിന്റ് കിടക്കുന്ന 30, 31 വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അപ്പോൾ ഇത് രഹസ്യവരവാണ് അല്ലെങ്കിൽ മേഘ പ്രത്യക്ഷതയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ് എന്ത്? മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. കാരണം കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മുൻപേ മരിച്ചവർ അവനോടുകൂടെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പൊ രഹസ്യവരവില് കർത്താവ് മേഘങ്ങളിലേക്കേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കർത്താവിനെ മേഘങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്ത് എന്താണ് അടയാളം കാണുന്നത് കൊണ്ട് ഇത് രഹസ്യവരവാണെന്നാണ് ഒരു ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത്. ഇനി അതല്ലെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഭാഗങ്ങൾ അടുത്ത ഭാഗം വായിച്ചു കഴിഞ്ഞാൽ രഹസ്യപരമല്ലെന്ന് നമുക്ക് തെളിയും. അടുത്ത ഭാഗം പറയാണ്, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ വ്യക്തമാണ്, മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് എന്ത് ചെയ്യും? ആരൊക്കെ കാണും? അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് കാണുന്ന. അപ്പോൾ ഇത് രഹസ്യവരവെങ്കിൽ തന്റെ വിശുദ്ധന്മാർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? കർത്താവിനെ കാണുന്നുള്ളൂ. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്, ഇത് രഹസ്യവരവല്ലെന്ന് വളരെ വ്യക്തമാണ്. ഈ രഹസ്യവരവല്ലെന്നുള്ള അടുത്ത തെളിവ് 31-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും, അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പൊ ഇത് ഒന്ന് നമ്മൾ കണ്ടു, ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് കാണുന്നതുകൊണ്ട് ഇത് രഹസ്യവരവല്ല എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ തെളിവ്, രഹസ്യവരവല്ലെന്ന് രണ്ടാമത്തെ തെളിവ് ഇവിടെ 31-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ ദൂതന്മാരെ മഹാധ്വനിയോടും കൂടെ അയക്കും. എവിടേക്ക് അയക്കും? ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ രഹസ്യവരവ് അല്ല എന്ന് പറയാൻ കാരണം, രഹസ്യവരവിൽ സഭ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ ഇവിടെ മേഘങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് എന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക് 4 ദിക്കിലേക്കും ദൂതന്മാരെ അയച്ചിട്ട് തന്റെ വൃദ്ധന്മാരെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ ഇത് ഒരിക്കലും എന്തല്ല? രഹസ്യവരവല്ല അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി ഇത് മേഘപ്രത്യക്ഷതയാണോ? മേഘപ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ കർത്താവ് ഒലിവുമലയിലേക്ക് വരുന്ന വരവാണ്. സെക്കര്യാ പ്രവചന പുസ്തകം 12:10 അവർ കുത്തിയവങ്കിലേക്ക് നോക്കൂ എന്ന് പറയുന്നു. സെക്കര്യാ പ്രവചന പുസ്തകം 14-ന്റെ 2, 3, 4 വാക്യങ്ങളിൽ 4, 5 വാക്യങ്ങളിൽ യേശുക്രിസ്തു ഒലിവുമലയിൽ വന്ന് പാദം ചവിട്ടുന്നതായിട്ട് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാണ്. അതേപോലെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 വാക്യങ്ങളിലാണ് ഒലിവുമലയിലേക്ക് കർത്താവും തന്റെ ദൂതന്മാരും അതേപോലെ എന്താണ് മണവാട്ടിയും കൂടി വരുന്ന വരവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഒലിവുമല പ്രത്യക്ഷത എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് മഹത്വ പ്രത്യക്ഷതയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ പറയുന്നത് 30-ാം വാക്യം, മത്തായി 24:30 ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അപ്പോൾ ഈ പരസ്യവരവ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് യേശു കർത്താവ് ആകാശമേഘങ്ങളിലല്ല വരുന്നത്. എവിടെയാണ് വരുന്നത്? ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ കാൽപാദം ചവിട്ടും. ഒലിവുമലയിൽ അവന്റെ കാൽപാദം ചവിട്ടുമെന്നാണ് സെക്കര്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ
2 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്തല്ല, പരസ്യവരവല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി അടുത്തത്, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പൊ അന്ന് ഭൂമിയിലെ ഗോത്രങ്ങള് വേണ്ടിയല്ല യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് വരുന്നത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഒലിവുമലയിലേക്ക് വരുന്നത്? ആ ഒലിവുമലയിലേക്ക് വരുന്ന വരവ് യഹൂദന് വേണ്ടി വരുന്ന വരവാണ്. കാരണം സകല രാജ്യങ്ങളും യഹൂദന് വിരോധമായി യെരുശലേമിലേക്ക് വന്നു കൂടുമ്പോൾ അവിടെ യഹൂദൻ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്താണ് യേശുക്രിസ്തു യഹൂദന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന വരവാണ് ഒലിവുമലയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. അപ്പോൾ ആ വരവില് യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുന്ന വരവാണ്. അതാണ് സെക്കരിയാവ് 12:10 അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്ന് പറയുന്നത്. റോമാലേഖനം 11-ാം അധ്യായമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ എന്ത് ചെയ്യാണ്, ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് നീ കാണും. പിന്നെ അടുത്ത കാര്യം നോക്കിയോ, അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും. അതായത് ഈ ഒലിവുമല പ്രത്യക്ഷതയില് യഹൂദന് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന വരവാണ്. അല്ലാതെ തന്റെ ദൂതന്മാരെ അയച്ചിട്ട് ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ വരുന്ന വരവല്ല ഈ പരസ്യ വരവ് അല്ലെങ്കിൽ ഒലിവുമലയിലേക്ക് വരുന്ന വരവ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, 4 ദിക്കിലേക്കും ദൂതന്മാരെ വ്രതന്മാരെ അയച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം ഒലിവുമലയിൽ ഭൂമിയിൽ പാദം ചവിട്ടുന്ന വരവാണ് ഈ പരസ്യ വരവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അപ്പൊ വളരെ വ്യക്തമാണ്, ഇത് രഹസ്യവരവുമല്ല, ഇത് പരസ്യവരവുമല്ല എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കണം. നമ്മൾ ഓരോന്നിനും കാരണസഹിതം വചനം വെച്ച് ഇതിനെ തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇതും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഭാഗങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ വചനം പഠിച്ചപ്പോൾ വളരെ കൃത്യമാണ്, ഇത് രഹസ്യവരവുമല്ല പരസ്യവരവുമല്ല. കാരണം പരസ്യവരവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭൂമിയിൽ പാദം ചവിട്ടുന്ന വരവാ. പക്ഷെ ഇവിടെ എന്താണ്, യേശുക്രിസ്തു ആകാശ മേഘങ്ങളിലാണ് വരുന്നത്. കണ്ടോ, ആകാശത്ത് വിളങ്ങുന്ന മനുഷ്യത്തിന്റെ അടയാളം വിളങ്ങുന്ന, അതുപോലെ ആകാശത്ത് നിന്നിട്ട് ദൂതന്മാരെന്താണ് ഭൂമിയിലേക്ക് അയക്കുകയാണ്, എന്നിട്ട് വൃതന്മാരെ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷെ ഒലിവുമലയിലേക്ക് വരുന്ന വരവിൽ എന്താണ്, യേശുക്രിസ്തു ആകാശത്തല്ല നിൽക്കുന്നത്, ഭൂമിയിൽ വന്ന് അവന്റെ പാദം ചവിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, ഇത് ഏതാണ് വരവെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ ഏതൊരു വിഷയം പറഞ്ഞാലും അതിന്റെ കൃത്യമായ തെളിവുകളോടുകൂടെ ആ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കും. ആദ്യം കർത്താവ് ചെയ്ത പോലെ ഈ വിഷയങ്ങളെല്ലാം ഇന്നതല്ല അല്ലെ എന്ന് ആദ്യം തെളിയിക്കണം. എന്നാൽ മാത്രമേ അത് ഇന്നതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തെളിയിച്ചാൽ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പഠിപ്പിക്കുന്ന പല പഠിപ്പികളും അത് ബൈബിളിലെ വചനങ്ങൾ പരിശോധിച്ച് അത് അങ്ങനെയാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, മത്തായി വിശേഷം 24-ാം അധ്യായം 29, 30, 31 വാക്യങ്ങളിൽ ഉള്ള വരവ് ഒരിക്കലും രഹസ്യവരവുമല്ല പരസ്യവരവുമല്ലെന്ന് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി അടുത്ത ദിവസങ്ങൾ കാണാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.